നിർണായകമായ ഒരു ദൃശ്യത്തിലേക്ക് പോവുകയാണ്. സ്കൈറൂട്ട് എയ്റോസ്പേസിന്റെ വിക്രം 1 റോക്കറ്റിന്റെ പ്രഥമ വിക്ഷേപണം നടക്കാൻ പോകുന്നു. കൗണ്ട് ഡൗൺ അവസാനത്തിലേക്ക് എത്തുകയാണ്. 30 സെക്കൻഡിൽ താഴെ മാത്രം. -30 seconds. Real time programs activated. അവസാനം 30 സെക്കൻഡാണ്. -25 seconds. ISRO പതിറ്റാണ്ടുകളായി സൃഷ്ടിച്ച ഇന്ത്യൻ -20 seconds is the call out now. കുതിച്ചുയരാൻ പോവുകയാണ് വിക്രം 1. -15 seconds. അവസാന 15 സെക്കൻഡുകളിലേക്ക്. 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. And we have liftoff of Vikram 1, India's first private orbital launch vehicle. And we have great views coming from the tracking cameras. And isn't this quite something? विक्रम 1 ने अपनी उड़ान भरी है. प्रथम चरण का प्रज्वलन प्रारंभ हो चुका है. विक्रम 1 ने ചരിത്രം കുറിക്കുകയാണ്. വിക്രം 1 is airborne. വിക്രം 1 കുതിച്ചുയരുകയാണ്. भेदने का निर्णय ले लिया है एक ब्रह्मास्त्र की तरह. That's very true, Suyash and Akhil. ശ്രീഹരിക്കോട്ടയിൽ ആഹ്ലാദാരവം ഉയരുകയാണ്. With this, we have കഠിനമായ ഘട്ടങ്ങൾ ഇനിയുമുണ്ട്. mission objectives completed, വിക്ഷേപണത്തിൽ which was successfully ആകാശത്തിലേക്ക് കുതിച്ചുയരുന്നു. clearance. That's right, and we are coming up on ഭ്രമണപഥം Max Q now, ലക്ഷ്യമിട്ട് ഇന്ത്യയുടെ which is the സ്വകാര്യ period ഓർബിറ്റൽ of റോക്കറ്റ് maximum ചരിത്രപരമായ aerodynamic കുതിപ്പ് pressure, നടത്തുകയാണ്. ഇന്ത്യൻ where the മണ്ണിൽ നിന്ന് vehicle faces its largest aerodynamic loads as it flies through ഭ്രമണപഥം the zone ലക്ഷ്യമിട്ട് at Mach ഓർബിറ്റൽ റോക്കറ്റ് 1.5 at an altitude of കുതിച്ചുയരുകയാണ്. nearly 9 kilometers. विक्रम 1 ने सफलतापूर्वक मैक्स क्षेत्र पार कर लिया है और दल का +1 minute. അതിനിർണായകമായ दल काफी ഘട്ടമാണിത്. उत्साहित है इस समय और विक्रम 1 വിക്ഷേപണത്തിലെ प्रथम അസൻ चरण ഫേസ് के എന്ന് आगे बढ़ പറയുന്ന रहा है ഘട്ടം. और हमें श्रीहरिकोटा व पोर्ट ब्लेयर पृथ्वी स्टेशन से मजबूत दूर संकेत मिल रहे हैं. S1 बहुत ही अच्छी खबर है. That's right. ഭൂമിയുടെ We are ഗുരുത്വാകർഷണത്തെ at a downrange അതിജീവിച്ചുകൊണ്ട് distance of 22 kilometers with an അന്തരീക്ഷത്തിലെ altitude of എയറോഡൈനാമിക് ഫോഴ്സസ് 34 നേരിട്ട് റോക്കറ്റ് അതിവേഗം ഉയരം And on your താണ്ടുകയാണ്. screens right now are excellent onboard camera views from the vehicle. വെഹിക്കിളിൽ നിന്നുള്ള And we can ഓൺബോർഡ് also ക്യാമറയിലെ see ദൃശ്യങ്ങൾ quite nominal chamber pressure values on the MCC screen. കൺട്രോൾ സെന്ററിൽ നിന്നുള്ള The vehicle is ശുഭകരമായ currently at വിവരങ്ങൾ an തന്നെയാണ് ഇപ്പോഴും. altitude of 50 kilometers. और यहाँ വളരെ पे പ്രധാനപ്പെട്ട प्रथम चरण കുതിപ്പ്. का प्रतिकरण हो चुका है और द्वितीय चरण का प्रज्वलन भी प्रारंभ हो चुका है. This is quite a major achievement for the nation, with the vehicle successfully +2 minutes. separating stage 1 and the ignition of stage 2 as well. ആദ്യ രണ്ട് ഘട്ടങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ द्वितीय चरण മുന്നോട്ട് പോവുകയാണ്. अपना ആദ്യഘട്ടത്തിൽ सफलतापूर्वक സ്റ്റേജ് कार्य സെപ്പറേഷൻ पूरा कर रहा है നിർണായകമായ മൈൽ സ്റ്റോൺ और പിന്നിടുകയാണ്. प्रथम चरण का दहन अथवा प्रतिकरण ഫസ്റ്റ് समाप्त हो സ്റ്റേജ് चुका है. സെപ്പറേഷൻ വിജയകരമായി പൂർത്തിയായി. The മിഷൻ vehicle കൺട്രോൾ അത് is at an സ്ഥിരീകരിക്കുകയാണ്. altitude of 89 kilometers, traveling at അഞ്ജലി കൂടിയുണ്ട്. അഞ്ജലി, 2.6 ആദ്യ kilometers per സെപ്പറേഷൻ second. പൂർത്തിയായി എന്നാണോ? Target velocity for today is 7.6. വിജയകരമായി ബ്രഹ്മാസ്ത്രം കണക്കിന് ആ റോക്കറ്റ് കുതിച്ചുയർന്നിരിക്കുകയാണ്. ഏതായാലും സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം മാറി കൃത്യമായി ഇപ്പൊ ആദ്യത്തെ സ്റ്റേജിൽ ഇപ്പൊ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് കടക്കുകയാണ്. നമുക്ക് മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ 4 സ്റ്റേജുകളാണ് പ്രധാനമായും ഉള്ളത്. 4 പ്രൊപ്പൽഷൻ സിസ്റ്റമാണ് ഇതിലുള്ളത്. അതിൽ ആദ്യഘട്ടത്തിൽ ഈ റോക്കറ്റിനെ ഗുരുത്വാകർഷണ ബലത്തിൽ നിന്നും ഭേദിച്ച് അതിനെ ഉയർത്തുക എന്നതാണ് ആദ്യഘട്ടം. അതിനുശേഷം ഇപ്പൊ രണ്ടാമത്തെ ഘട്ടവും പൂർത്തിയായിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ആഹ്ലാദാരവും ഉയരുകയാണ്. വളരെ പ്രധാനപ്പെട്ട ആദ്യ കടമ്പകൾ കടക്കുകയാണ്. And we've had call-outs ആദ്യ of നിമിഷം separation ഓരോ of the നിമിഷവും payload വളരെ പ്രധാനമായിരുന്നു. fairing. We പ്രൊപ്പൽഷൻ, have successful ഗൈഡൻസ്, payload നാവിഗേഷൻ, fairing separation. ഫ്ലൈറ്റ് കൺട്രോൾ എല്ലാം കൃത്യമായി പ്രവർത്തിക്കുന്നു. It's nearly at an altitude of 120 kilometers and the protective Vikram fairing 1 is no longer required. Max 2 and has घट्टम been पिन्निटू. separated from the launch vehicle. और यहाँ पे द्वितीय चरण का भी प्रतिकरण संपन्न हो चुका है और तृतीय चरण का प्रज्वलन भी प्रारंभ हो चुका है. That's right, Akhil. We've had successful ignition of stage 3. സ്റ്റേജ് സെപ്പറേഷൻ വിജയകരമായി പൂർത്തീകരിക്കുന്നതിന്റെ ഓരോ അപ്ഡേറ്റുകളാണ് ഇപ്പോൾ കൺട്രോൾ സെന്ററിൽ നിന്ന് വരുന്നത്. Above the Earth's surface, it is 355 kilometers downrange, traveling at nearly 4 kilometers per second. Now, the telemetry will switch over from Shar to Port Blair and further to Bogor. अब यान अपनी अंतरिक्ष यात्रा पर निकल चुका है. तृतीय चरण का प्रज्वलन चालू है और उस +4 minutes. की प्रतिक्रिया नियमित रूप से चल रही है. And as you can see on your screens, we have near exact following of the intended trajectory.
The two dotted, SVP the two 1 and 2 lines are on your tracking in screen main auto. essentially indicate the current performance of the vehicle, and it closely matches with prediction. This is on your screen on board from stage 3. What you see is the rocket plume and the nozzle, and Earth, our home. What a beautiful view. क्या सुंदर दृश्य है हमारी पृथ्वी का. S3 performance normal. और तृतीय चरण का परफॉर्मेंस अब नॉर्मल है, या कि सामान्य रूप से तृतीय चरण का संचालन प्रारंभ हो चुका है और चल रहा है. That's right. We've had call out that the stage 3 performance is പോസിറ്റീവായ nominal. വിവരങ്ങളാണ് വരുന്നത്. വെഹിക്കിളിൽ നിന്നുള്ള ദൃശ്യങ്ങളും Plus 5 minutes. ലഭ്യമാകുന്നുണ്ട്. So stage 3 has a propellant പ്രതീക്ഷിത loading of പെർഫോമൻസ് തന്നെ ഉണ്ടാകുന്നു. 2.5 tons. മൂന്നാം ഘട്ടത്തിലേക്ക് And അഞ്ജലി. we've had മൂന്നാമത്തെ burnout ഘട്ടവും ഇപ്പൊ of the stage 3 പൂർത്തിയാകുകയാണ്. motor as മൂന്നാമത്തെ planned ഘട്ടം എന്നാൽ കലാം സോളിഡ് എഞ്ചിനുകളെ ബഹിരാകാശത്തെ അതിരുകളിൽ എത്തിക്കുക എന്നതാണ് ഈ മൂന്നാമത്തെ ഘട്ടം ഇപ്പോൾ നടക്കുന്നത്. ഇതാണ് ബഹിരാകാശത്ത് നിന്നുള്ള ആ റോക്കറ്റിന്റെ പിൻഭാഗത്ത് ഘടിപ്പിച്ചിട്ടുള്ള ക്യാമറയിൽ നിന്നുള്ള ഭൂമിയുടെ അതീവ സുന്ദരമായ കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഏതായാലും വളരെയധികം മനോഹരമായ കാഴ്ച. അതുപോലെ തന്നെ റോക്കറ്റ് കുതിച്ചുയരുകയാണ് അതിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക്. 450 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യസ്ഥാനത്തേക്കാണ് ആ റോക്കറ്റ് കുതിക്കുന്നത്. ഇപ്പോൾ മൂന്നാമത്തെ ഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. മൂന്നാമത്തെ ഘട്ടത്തിനും കലാം സോളിഡ് സ്റ്റേജ് എന്നാണ് പറയുന്നത്. അബ്ദുൽ കലാമിന്റെ സ്മരണാർത്ഥമാണ് ഈ മൂന്നാമത്തെ സ്റ്റേജിനും കലാം സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നാലാമത്തെ സ്റ്റേജാണ്. നാലാമത്തെ സ്റ്റേജിന് രാമൻ ലിക്വിഡ് എഞ്ചിനാണ് പ്രവർത്തിക്കുക. ഈ എഞ്ചിൻ പ്രവർത്തിക്കുന്നതോടുകൂടി അതിന്റെ ഓർബിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് മൊഡ്യൂളാണ് ഇത് ഉപഗ്രഹങ്ങളെ കൃത്യമായ ഭ്രമണപഥത്തിൽ എത്തിക്കുകയാണ്. അടുത്ത നാലാമത്തെ ഘട്ടം നാലാമത്തെ ഘട്ടത്തിലേക്ക് ഇനി കടക്കുകയാണ്. ആ ഘട്ടത്തിൽ നടക്കുന്നത് ഉപഗ്രഹങ്ങളെ കൃത്യമായ ഭ്രമണപഥത്തിൽ എത്തിക്കുക എന്നാണ്. 3 ഘട്ടവും ഇപ്പോൾ വിജയകരമായി പൂർത്തിയാക്കി വിക്രം 1 റോക്കറ്റ് കുതിച്ചുയർന്നിരിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ കൃത്യമായി വേറെ സാങ്കേതിക പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ ഏതായാലും ചരിത്രം കുറിക്കുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഒരു സ്വകാര്യ ഏജൻസി ആദ്യമായി നിർമ്മിച്ച ഒരു റോക്കറ്റ് ഇന്ത്യൻ ബഹിരാകാശത്തിൽ നിന്ന് കുതിച്ചുയരുകയാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും ISROയുടെ ചരിത്ര നേട്ടം എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഒരു സ്വകാര്യ ഘട്ടങ്ങൾ അത് വിജയകരമായി പൂർത്തീകരിച്ചു. അഞ്ജലി റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ പ്രൊപ്പൽഷൻ സിസ്റ്റം പ്രവർത്തനം ആരംഭിച്ചു. അക്കാര്യം മിഷൻ കൺട്രോൾ സ്ഥിരീകരിച്ചു അല്പം മുമ്പ്. റോക്കറ്റിന്റെ പ്രധാന ലക്ഷ്യം വേഗത കൈവരിക്കുക എന്തായിരുന്നു. ആവശ്യമായ വേഗത കൈവരിച്ചു. ട്രജക്ടറി നിലനിർത്തുകയും ചെയ്തു. അക്കാര്യം ഇപ്പോൾ സ്വീകരിക്കുകയാണ്. ഭൂമിയുടെ അന്തരീക്ഷത്തിലെ സാന്ദ്രമായ മേഖലയിൽ നിന്ന് ഏറെ അകലെയാണ് ഇപ്പോൾ റോക്കറ്റിന്റെ സ്ഥാനം. നിശ്ചയിച്ച വേഗതയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. ഗൈഡൻസും നാവിഗേഷൻ കൺട്രോൾ സംവിധാനങ്ങളും വേഗത, ദിശ, സ്ഥാനം എല്ലാം കൃത്യതയോട് കൂടിയാണ് എന്നത് സ്ഥിരീകരിക്കപ്പെടുകയാണ്. ഓരോ സെക്കൻഡുകളും ഇനിയും വളരെ നിർണായകമാണ്. മൂന്നാം ഘട്ടം പൂർത്തീകരിക്കപ്പെടുമ്പോൾ ഏറ്റവും പ്രധാനമായി മാറുന്നത് വിക്രം 1ന്റെ നാലാമത്തെയും അവസാനത്തെയും ഘട്ടമാണ്. അന്തിമ ഓർബിറ്റൽ ഇൻസേർഷനിലേക്കുള്ള നിർണായക യാത്ര. അഞ്ജലി, കാണുന്നത് പേലോഡിന്റെ മുൻഭാഗം ഇപ്പോൾ വേർപെട്ടിരിക്കുകയാണ്. മൂന്നാം സ്റ്റേജിന്റെ അവസാന ഘട്ടമാണ് ഇത്. പേലോഡിന്റെ മുൻഭാഗം വേർപെടുക എന്ന് പറയുന്നത് ഈ മൂന്നാമത്തെ ഘട്ടം ഏറെ നിർണായകമായിരുന്നു. പല ഘട്ടത്തിലും ഈ മൂന്നാമത്തെ ഘട്ടത്തിലൊക്കെ ഈ റോക്കറ്റിന് ഇതിന് പലപ്പോഴും പരാജയപ്പെടാറുണ്ട്. ഈ ഘട്ടമാണ് ഇപ്പോൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നത്. മൂന്നാം ഘട്ടം വേർപെട്ടിരിക്കുന്നു. കൺട്രോൾ സെന്ററിൽ ആഹ്ലാദം നമുക്ക് കാണാം. ഉദ്ദേശിച്ച വേഗത, കൃത്യത, ആസ് പെർ പ്ലാൻ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം. മൂന്നാം ഘട്ടം വേർപെടുകയാണ്. തേർഡ് സ്റ്റേജ് സെപ്പറേഷൻ സ്ഥിരീകരിക്കപ്പെടുകയാണ് ഔദ്യോഗികമായി. മൂന്നാം ഘട്ടം അതിന്റെ ദൗത്യം പൂർത്തിയാക്കി വിക്രം 1ൽ നിന്ന് വേർപെട്ടിരിക്കുന്നു. ദൗത്യം അതിന്റെ അവസാന പ്രൊപ്പൽഷൻ ഫേസിലേക്ക് കടക്കുന്ന നിർണായകമായ ഒരു ഭാഗമാണിത്. ഇതാണ് ഇതുവരെയുള്ള മിഷനിൽ ഒരുപക്ഷെ ഇതാണ് ഏറ്റവും കൃത്യതയും ഏറ്റവും അതീവ നിർണായകവുമായി മാറുന്ന ഘട്ടം. ഇനി ലക്ഷ്യം കേവലം ഉയരം നേടുക എന്നത് മാത്രമല്ല, വേഗതയും ദിശയും നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അത് കൃത്യതയോടുകൂടി മുന്നോട്ട് പോയി. ഇനിയുള്ള ലക്ഷ്യം അത് വളരെ പ്രധാനമാണ്. കേവലം ഉയരം നേടുക എന്നത് മാത്രമല്ല, പേലോഡിനെ ലക്ഷ്യമിട്ട ഭ്രമണപഥത്തിലേക്ക്, ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് എത്തിക്കുക എന്ന അതീവ സാങ്കേതിക വൈദഗ്ധ്യവും കൃത്യതയും ആവശ്യമുള്ള വളരെ പ്രധാനപ്പെട്ട സങ്കീർണമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് വിക്രം 1. ഇതിനെയാണ് നാലാം ഘട്ടം എന്ന് നമ്മൾ വിശേഷിപ്പിക്കാറ്. വിക്രമന്റെ നാലാം ഘട്ടം അവസാനത്തെ ഘട്ടത്തിലേക്ക് കടക്കുന്നു. അന്തിമ ഓർബിറ്റൽ ഇൻസേർഷനിലേക്കുള്ള നിർണായകമായ യാത്രയാണ്. വളരെ കൃത്യമായ വെലോസിറ്റിയും
കൈവരിക്കേണ്ടതുണ്ട്. അക്കാര്യം ഉൾപ്പെടെ പോസിറ്റീവായി സ്ഥിരീകരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. नाइट्रोजन टेट्रा അതീവ നിർണായകമായ ഘട്ടം കൺട്രോൾ സെന്ററിൽ നിന്നുള്ള അടുത്ത കൺഫർമേഷൻ അല്പസമയത്തിനകം ഉണ്ടാകും. थ्रस्टर्स जो कि नाइट्रोजन गैस पर आधारित हैं वो भी ഒരു സ്പേസ് ക്രാഫ്റ്റ് അത് ഓർബിറ്റിൽ നിലനിൽക്കണമെങ്കിൽ നമുക്കെല്ലാം അറിയുന്ന പോലെ ഭൂമിയുടെ ഗുരുത്വാകർഷണവും അതിന്റെ മുന്നോട്ടുള്ള വേഗതയും തമ്മിൽ കൃത്യമായൊരു സന്തുലനം വേണം. അതാണ് അതിൽ ഏറ്റവും പ്രധാനമാകുന്നത്. ഭൂമിയുടെ ഗുരുത്വാകർഷണവും സ്പേസ് ക്രാഫ്റ്റിന്റെ മുന്നോട്ടുള്ള വേഗതയും തമ്മിൽ ആ സന്തുലനം, ആ കൃത്യമായ സന്തുലനത്തുമ്പോഴാണ് ഈ ഘട്ടം വിജയമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുക. 400 kilometers above the earth, beginning a burn that will last for more than 6 minutes. During this phase, the vehicle will steadily accelerate from about 6.6 വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ ശാസ്ത്രീയമായതിനെ പലരും വിശേഷിപ്പിക്കാറുണ്ട്. ഈ സ്പേസ് ക്രാഫ്റ്റിന്റെ തുടർച്ചയായി വളരെ ലളിതമായി ഈ ഘട്ടത്തെ പറയുന്നത് സ്പേസ് ക്രാഫ്റ്റ് തുടർച്ചയായി ഭൂമിയിലേക്ക് വീഴുകയാണ്, വീണുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ അതിന്റെ മുന്നോട്ടുള്ള വേഗത കാരണം ഭൂമിയുടെ വളവിനനുസരിച്ച് അത് ഭൂമിയെ മിസ് ചെയ്യാറുണ്ട് എന്ന് വളരെ ലളിതമായി മനസ്സിലാക്കാൻ വേണ്ടി പറയാറുണ്ട്. അഞ്ജലി, മൂന്നാമത്തെ ഘട്ടം ഇപ്പോൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇനി നാലാമത്തെ ഘട്ടം രതീഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഏറെ നിർണായകമായ ഘട്ടമാണ് ഇത് പറയുന്നത്. കാരണം ഒരു റോക്കറ്റിനെ സംബന്ധിച്ച് അത് കൃത്യമായി ഈ ഉപഗ്രഹങ്ങളെ അതിന്റെ ഭ്രമണപഥത്തിൽ എത്തിക്കുക എന്നാണ് ഏറ്റവും നിർണായകമായ ഘട്ടം. ആ ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഇനി ഇപ്പോൾ നിശ്ചയിച്ച പോലെ 450 കിലോമീറ്റർ അകലെയുള്ള ആ ഭ്രമണപഥത്തിൽ ഇനി റോക്കറ്റിനെ എത്തിക്കുക എന്നതാണ് വിക്രം 1ന്റെ അടുത്ത ലക്ഷ്യം. അത് കൃത്യമായി നിശ്ചയിച്ച സമയത്ത് കൃത്യമായി സഞ്ചരിച്ച് അതിനെ ആ ഭ്രമണപഥത്തിൽ എത്തിക്കുക തന്നെ ചെയ്യും. അത് അല്പസമയത്തിനകം തന്നെ നാലാം ഘട്ടം കൂടി പൂർണ്ണമാവുകയാണ്. ഏതായാലും ഈ 4 ഘട്ടങ്ങളും പൂർത്തിയാക്കി എഞ്ചിനുകളെല്ലാം കൃത്യമായി പ്രവർത്തിച്ചു. വേറെ സാങ്കേതിക പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല. ചരിത്രപരമായ ഒരു നേട്ടം തന്നെയാണ് ഇപ്പോൾ ISROയ്ക്കും അതുപോലെ തന്നെ ഈ സ്വകാര്യ ഏജൻസിയായ സ്കൈറൂട്ട് എയറോസ്പേസിനും ഇപ്പോൾ നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇനി വരുന്ന ഘട്ടത്തിലും സ്വകാര്യ മേഖലയ്ക്ക് വളരെയധികം പങ്കാളിത്തത്തോടു കൂടി ഏതായാലും ബഹിരാകാശ രംഗത്ത് ഇന്ത്യക്ക് ഒരു സുവർണ കാലഘട്ടം എന്ന് വേണം തന്നെ ഇപ്പോൾ പറയാൻ സാധിക്കുക. കാരണം നമ്മൾക്കിനി മനുഷ്യനെ ബഹിരാകാശത്തേക്ക് ISSലേക്ക് അയക്കാനുള്ള ഗഗൻയാൻ ദൗത്യം അടക്കമുള്ള ദൗത്യങ്ങളാണ് ഇനി മുന്നിലുള്ളത്. അതിനെല്ലാം ഒരു കരുത്ത് പകരുന്നതാണ് ഈ ഓരോ വിക്ഷേപണങ്ങളും. ഈ സ്വകാര്യ ഏജൻസി കൂടി കടന്നു വരുമ്പോൾ അതിന് കൂടുതൽ കരുത്ത് പകരും. ഏതായാലും വിക്രം 1 ഇപ്പോൾ വിജയകരമാവുകയാണ്. 4ാം സ്റ്റേജ് കൂടി പൂർണ്ണമായും വിജയം കണ്ടാൽ ബഹിരാകാശ രംഗത്ത് സ്വകാര്യ ഏജൻസിയുടെ ഒരു കടന്നുവരവ് പൂർണ്ണമായും വിജയം കാണുകയാണ്. അടുത്ത ഒരു ഘട്ടത്തിലേക്ക് ഇന്ത്യയുടെ ബഹിരാകാശ മേഖല അടുത്ത ഒരു ഘട്ടത്തിലേക്ക് ചരിത്രം കുറിച്ചുകൊണ്ട് അടുത്ത ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് എന്ന് വേണം നമുക്ക് പറയാൻ. ഏതായാലും വിക്രം റോക്കറ്റ് അതിന്റെ ലക്ഷ്യം പൂർത്തിയാക്കുകയാണ്. അല്പസമയത്തിനകം നമുക്കറിയാം ഇത് ISROയുടെ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ്. എല്ലാവരും ഉറ്റുനോക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ 4ാമത്തെ സ്റ്റേജും കഴിഞ്ഞ് അതിന്റെ വിജയം കൈവരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ആദ്യത്തെ ഈ 3 സോളിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റങ്ങളും കൃത്യമായി പ്രവർത്തിച്ചു. ഇപ്പോൾ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റമാണ് പ്രവർത്തിക്കുന്നത്. ആദ്യത്തെ 3 സോളിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റത്തിന് പറയുന്നത് കലാം സ്റ്റേജ് എന്നായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് അതെല്ലാം വിജയകരമായി പൂർത്തിയാക്കി ഇപ്പോൾ രാമൻ സ്റ്റേജ് എന്നാണ് ഈ 4ാമത്തെ സ്റ്റേജിന് പറയുന്നത്. രാമൻ ലിക്വിഡ് സ്റ്റേജ് ആണ്. ഈ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം പ്രവർത്തിച്ചുകൊണ്ട് ഈ ഉപഗ്രഹങ്ങളെ അതിന്റെ കൃത്യമായി എവിടെയാണ് നിശ്ചയിച്ചിരിക്കുന്നത് ആ ഭ്രമണപഥത്തിൽ എത്തിക്കുകയാണ് ഇപ്പോൾ റോക്കറ്റ് ചെയ്യുന്നത്. അല്പസമയത്തിനകം തന്നെ 4ാമത്തെ സ്റ്റേജ് പൂർണ്ണമായും വിജയം കാണുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവരും ഉറ്റുനോക്കുകയാണ്. 4ാമത്തെ നിർണായകമായ ആ ഘട്ടം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ റോക്കറ്റുകളെ അതിന്റെ ഭ്രമണപഥത്തിൽ എത്തിക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഏതായാലും ബഹിരാകാശ രംഗത്ത് ഇന്ത്യ ഒരു പുതുചരിത്രം കുറിക്കുകയാണ്. സ്വകാര്യ മേഖലയ്ക്ക് വൻ പങ്കാളിത്തം നൽകിക്കൊണ്ട് ഏതായാലും ഒരു പുതിയ ഘട്ടത്തിലേക്ക് ഇന്ത്യൻ ബഹിരാകാശ രംഗം കടക്കുകയാണ്. നമുക്കറിയാം ഈ വിക്ഷേപണത്തെ കുറിച്ച് തന്നെ പറയണേ ഏറെ ഉറ്റുനോക്കിയ ഒരു വിക്ഷേപണമാണ്. കാരണം വരുന്ന ഓരോ വിക്ഷേപണങ്ങൾക്കും സ്വകാര്യ മേഖലയിലെ പങ്കാളിത്തം കൂടി ഉണ്ടെങ്കിൽ അവയ്ക്ക് കൂടുതൽ കരുത്ത് പകരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏറെ ഉറ്റുനോക്കിയ ഒരു വിക്ഷേപണം എന്ന് തന്നെ ഇതിനെ പറയാൻ സാധിക്കും. നിലവിൽ ഏതായാലും ഇന്ത്യൻ ബഹിരാകാശ ഹൈദരാബാദ് ആസ്ഥാനമായ ഒരു കമ്പനിയാണ് ഈ സ്കൈറൂട്ട് എയറോസ്പേസ് എന്ന് പറയുന്നത്. ഇത് 2022 ഇവർ ആദ്യമായി ഒരു വിക്ഷേപണം നടത്തിയത്. അത് വിജയം കണ്ടതോടുകൂടി അത് ഒരു ടെസ്റ്റ് സർവീസ് ആയിരുന്നു. അങ്ങനെ ഒരു വിക്ഷേപണം നടത്തി അത് പൂർണ്ണമായി വിജയം കണ്ടു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ISROയുമായി ചേർന്ന് ഇത്തരത്തിലൊരു വിക്ഷേപണത്തിന് അവർ കടക്കുന്നത്. ഇപ്പോൾ പുതിയ അറിയിപ്പുകൾ വരികയാണ്. 4ാമത്തെ ഘട്ടം വിജയം കൈവരിക്കാൻ പോവുകയാണ്. വെഹിക്കിളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാണുന്നു. വെഹിക്കിളിലെ ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൃത്യമായി കൺട്രോൾ സെന്ററിലേക്ക് എത്തുന്നുണ്ട്. അവിടുത്തെ സ്ക്രീനിൽ നമ്മൾ കാണുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൊന്ന് 4ാം ഘട്ടം
And these tubes, they need to be അതിന്റെ very, അവസാനത്തിലേക്ക് very thin എത്തുന്നു എന്ന് വേണം to മനസ്സിലാക്കാൻ. exchange heat effectively, which means that manufacturing അന്തിമ is ഓർബിറ്റൽ usually a challenge. ഇൻസേർഷനിലേക്കുള്ള And അതിനിർണായകമായ even യാത്രയാണ്. after the temperatures പാരാമീറ്റേഴ്സ് എല്ലാം would still be too high for normal കറക്റ്റ് ആണ് metals എന്താണ് ഇതുവരെയും to വന്നിരിക്കുന്ന വിവരങ്ങൾ. handle. And for this exact അവിടെ നിന്നുള്ള purpose, we update കൂടി employ കേൾക്കാം. something known as film cooling. And even though it sounds like a fancy name, it's just involves injecting fine jets of fuel along the walls of the chamber to effectively add a barrier of colder gas between the combustion chamber and the metal walls. And essentially, one question I get asked very often is, if it's like that, then why is it called regenerative cooling, right? The whole thought process is the tiny tubes that we just talked about. Those S4 tubes, performance normal. Plus 15 minutes. और यहाँ पर हमको मिशन नियंत्रण केंद्र संकेत मिल रहे हैं कि चतुर्थ चरण का भी परफॉर्मेंस सामान्य है और अभी यान തൃപ്തികരമായ 450 പ്രവർത്തനമാണ് किलोमीटर की ऊंचाई तक पहुंच चुका है जो कि उसका निर्धारित कक्षा है और कोस्ट फेज प्रारंभ है. जी हाँ, and it's traveling at 7.3 kilometers per second at an altitude of 453 kilometers right now. നാലാം ഘട്ടത്തിലാണ്. അവസാന ഘട്ടം So coming back അന്തിമ to ഓർബിറ്റൽ the regenerative ഇൻസേർഷനിലേക്കുള്ള cooling നിർണായകമായ point of യാത്ര. things, the tiny tubes around the thrust chamber of the engine നേരത്തെ കണ്ട essentially have ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ fuel pumped യാത്രാ through it. പാതയിൽ തന്നെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാണ്. ഗുരുത്വാകർഷണവും മുന്നോട്ടുള്ള And we've വേഗതയും got അത് കൃത്യമാക്കി confirmation that കൊണ്ടുവരികയാണ്. we have cut off of the Raman 2 engine, which means Solar that satellite separate. and we have വലിയ separation ആരവം of the ഉയരുകയാണ്. solar satellite and the scope എഞ്ചിൻ satellite. കട്ട് ഓഫ് സ്ഥിരീകരിക്കപ്പെടുന്നു. Have been deployed Successfully. successfully, and we have reached space on our first attempt successfully. इतिहास में पहली बार एक यान ने अपने प्रथम Final stage engine परीक्षण cut off उड़ान में സ്ഥിരീകരിക്കപ്പെടുകയാണ്. ही उपग्रहों को उनकी निर्धारित Propulsion कक्षा में phase स्थापित कर പൂർത്തിയാകുന്നു. दिया है. And now comes മിഷന്റെ ഏറ്റവും something പ്രധാനപ്പെട്ട ഒരു very, ഭാഗം very കടക്കുകയാണ്. interesting. You can see on your അഞ്ജലി screen മിഷന്റെ ഏറ്റവും on പ്രധാനപ്പെട്ട ഒരു board ഭാഗം കടക്കുകയല്ലേ? the പ്രൊപ്പൽഷൻ cosmic globe ഫേസ് പരിപൂർണമായി and പൂർത്തീകരിക്കുകയല്ലേ? the art. അതെ, മൂന്നാമത്തെ ഘട്ടം പൂർണ്ണമായും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നാലാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നാലാമത്തെ ഘട്ടം ഞാൻ മുമ്പ് സൂചിപ്പിച്ചു വന്ന ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റമാണ്. ഇവിടെ ലിക്വിഡ് സ്റ്റേജിലേക്കാണ് കടന്നിരിക്കുന്നത്. ഇവിടെ ലിക്വിഡ് തരത്തിലുള്ള ഫ്യുവലാണ് ഇവിടെ കത്തുക. ഇനി ഈ ഘട്ടത്തിലാണ് ഉപഗ്രഹങ്ങളെ അതിന്റെ ഭ്രമണപഥത്തിൽ എത്തിക്കുന്നത്. ഏതായാലും കട്ട് ഓഫുകൾ നടന്നിരിക്കുകയാണ്. ഏതായാലും മുമ്പ് നിശ്ചയിച്ച പോലെ തന്നെ വേറെ സാങ്കേതിക പ്രശ്നങ്ങളൊന്നുമില്ല. ഓരോ ഘട്ടവും പൂർണ്ണമായും വിജയം കണ്ടുകൊണ്ട് ഇനി നാലാമത്തെ ഘട്ടമാണ്. നാലാമത്തെ ഘട്ടം അല്പസമയത്തിനകം തന്നെ ഉപഗ്രഹങ്ങളെ ഇതിന്റെ കൃത്യമായ ഭ്രമണപഥത്തിൽ എത്തിക്കുക തന്നെ ചെയ്യും. നിലവിലിപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ നാലാമത്തെ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നാലാമത്തെ ഘട്ടം ഏറെ പ്രൊപ്പൽഷൻ സിസ്റ്റം പൂർത്തീകരിക്കുകയാണ്. നാലാം ഘട്ടമല്ല, നേരത്തെ പറഞ്ഞൊരു തിരുത്തുണ്ട്. മൂന്നാം ഘട്ടം പൂർത്തീകരിക്കുകയാണ്. നാലാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതെ, മൂന്നാമത്തെ ഘട്ടം പൂർത്തീകരിച്ച് നാലാമത്തെ ഘട്ടം പൂർണ്ണമാവുക എന്ന് പറയുന്നത് ഉപഗ്രഹങ്ങളെ അതിന്റെ ഭ്രമണപഥത്തിൽ എത്തിക്കുന്നതോടുകൂടിയാണ് നാലാമത്തെ ഘട്ടവും പൂർണ്ണമാവുക. മൂന്നാമത്തെ ഘട്ടമാണ് പൂർണ്ണമായിരിക്കുന്നത്. മൂന്നാം ഘട്ടത്തിലെ തേർഡ് സ്റ്റേജ് സെപ്പറേഷൻ സ്ഥിരീകരിക്കപ്പെടുന്ന ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നാലാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അഞ്ജലി, തീർച്ചയായും നമുക്കിപ്പോൾ കാണാൻ കഴിയും ഏറ്റവും നിർണായകമായ ഒരു ഘട്ടം കടന്നിരിക്കുകയാണ്. അതിൻ്റെ സന്തോഷത്തിലാണ് എല്ലാവരും. ഏതായാലും വിക്ഷേപണം വിജയകരം എന്ന് തന്നെ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഉപഗ്രഹങ്ങളെ അതിനെ കൃത്യമായും ഭ്രമണപഥത്തിൽ എത്തിക്കാൻ തന്നെ സാധിക്കും. അല്പസമയത്തിനകം തന്നെ എത്തിക്കുകയും ചെയ്യും. ഏതായാലും നമുക്ക് അവിടുത്തെ ആഹ്ലാദ പ്രകടനങ്ങൾ കാണാം. ആദ്യമായി ഒരു സ്വകാര്യ ഏജൻസി ബഹിരാകാശ രംഗത്തേക്ക് ഇന്ത്യയിലെ കാര്യമാണ്. ഇന്ത്യയിൽ ആദ്യമായി ഒരു സ്വകാര്യ ഏജൻസി ബഹിരാകാശ രംഗത്തേക്ക് കടന്നു വരികയും അവർ വിജയം കൈവരിച്ചിരിക്കുകയും ചെയ്യുകയാണ്. അല്പസമയത്തിനകം തന്നെ അതിൻ്റെ ഭ്രമണപഥത്തിൽ എത്തിക്കുക തന്നെ ചെയ്യും. ഏതായാലും നമുക്ക് കാണാം അവിടെ എല്ലാവരും തന്നെ ആഹ്ലാദത്തിലാണ്. 3 ഘട്ടങ്ങളും പൂർത്തിയാക്കി നാലാമത്തെ ഘട്ടവും ഇപ്പോൾ അല്പസമയത്തിന് തന്നെ വിജയകരമായി പൂർണ്ണമാവുകയും ചെയ്യും. രതീഷ്, ഈ നാലാം ഘട്ടമാണ്, നേരത്തെ പറഞ്ഞതാണ്. മൂന്നാം ഘട്ടം പൂർത്തീകരിക്കുന്നു. പേലോഡ്സിനെ നിശ്ചയിക്കപ്പെട്ട ഭ്രമണപഥത്തിലേക്ക് എത്തിക്കുക എന്ന അതിസങ്കീർണമായ ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. 3 ഘട്ടവും വിജയകരമാണ്. അതിൻ്റെ സന്തോഷം ഇപ്പോൾ കൺട്രോൾ സെന്ററിൽ നിന്ന് നമുക്ക് കാണാൻ. ശാസ്ത്രജ്ഞർ വലിയ സന്തോഷം പങ്കുവയ്ക്കുകയാണ്. 3 ഘട്ടം പൂർത്തീകരിക്കുന്നു. ഇനി 4ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണെങ്കിലും ചരിത്രത്തിലേക്ക് ഒരു വലിയ കുതിപ്പ്, കാൽവയ്പ്പാണ് ഈ ദിവസം ഉണ്ടാകുന്നത് ശ്രീഹരിക്കോട്ടയിൽ.